പരിണാമവാദം ഇതാ മരണ വാറണ്ട് കേൾക്കാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുക. പക്ഷെ മരണ വാറണ്ട് ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? പരിണാമവാദത്തിന് ശാസ്ത്രത്തിൻ്റെതായ ചില രീതികളുണ്ട്, അതില്ല. അതെന്താ? ശാസ്ത്രം ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റഡി സ്റ്റേറ്റ് തിയറി, അതിനകത്തുള്ള ബിഗ് ബാങ് തിയറി പറഞ്ഞു എന്താ 3 കെൽവിൻ റേഡിയേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബിഗ് ബാങ് ശരിയാണ് എന്ന് വന്നു. ഇതിനങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ചാണ് പറയണത്. കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് ആർക്കും എന്ത് കഥ ഉണ്ടാക്കിക്കൂടെ? എന്ത് കഥ ഉണ്ടാക്കാലോ? അതേപോലെ ഒരു കഥ, അതാണ് ആ കഥ. ഏത് രൂപത്തിലും ഉണ്ടാക്കാം. ഞാനൊരു ലൈബ്രറിയിൽ പോയി നിന്നിട്ട് ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ പറയാണ്, എന്താണ്, ആദ്യം ചെറിയ പുസ്തകമായ കോമിക് പുസ്തകങ്ങളുണ്ടായി. ആ ബുക്ക് ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞ് വന്നപ്പോൾ ആ പുസ്തകങ്ങൾ ആളുകളെ ആകർഷിക്കാതായപ്പോൾ അതിങ്ങനെ നോവലായി, അതങ്ങനെ പോയി. പിന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങളായി ഇങ്ങനെ വലുതായി വന്ന അവസാനം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കായി. കഥയാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷെ തെളിവെന്താ? തെളിവൊന്നുമില്ല. തെളിവ് എന്താ? ഇതിലും പുസ്തകത്തിൽ പേജല്ലേ? ആ പുസ്തകത്തിനും പേജല്ലേ ഉള്ളത്? ആ പേജ് അങ്ങേപ്പുറത്ത് പോയപ്പോഴും പേജല്ലേ? ആണ് പേജ് തന്നെയാണല്ലോ രണ്ടിടത്തും. ഇതിന് കവറില്ലേ? ആ കവറുണ്ട്. അവിടെയും കവറില്ലേ? ഉണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിന്നെ സ്പേസിൽ നിന്ന് ഈ ഭൂമി ഒന്നായിട്ട് നശിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് സ്പേസിൽ നിന്നൊരു ടീം വന്നു. എന്നിട്ട് ഭൂമിനെ എക്സ്കവേറ്റ് എല്ലാം ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഭൂമിയിൽ എന്താ ഉണ്ടായിരുന്നെന്ന് നോക്കിയപ്പോൾ ഓർക്ക് കുറേ വാഹനങ്ങളെ കിട്ടി. വാഹനങ്ങളുടെ ഫോസിൽ. ആ ഫോസിൽ ഇങ്ങനെ അവർ നിരത്തി വെച്ചപ്പോൾ ഒരു ചക്രമുള്ള സൈക്കിളുണ്ട്, സർക്കസിൽ ഉപയോഗിക്കുന്ന 2 ചക്രമുള്ള സൈക്കിളുണ്ട്, 3 ചക്രമുള്ള സൈക്കിളുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, സൈക്കിൾ റിക്ഷ ഉണ്ട്. ഇങ്ങനെ പോയി ലൂന മുതൽക്ക് ബുള്ളറ്റ്, അതേപോലെ തന്നെ എല്ലാ തരം ബൈക്കുകൾ, പിന്നെ ഓട്ടോറിക്ഷ പോയിട്ട് കാറ്, പല ടൈപ്പ് കാറ്, ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു പരിണാമ വൃക്ഷം. എന്താ? ഒരു ചക്രമുള്ള സൈക്കിൾ ഇങ്ങനെ ചവിട്ടി ഒരുപാട് പോയപ്പോൾ അതിന് ഒരുപാട് വീണപ്പോൾ 2 ചക്രമുള്ള സൈക്കിളായി. 2 ചക്രമുള്ള സൈക്കിൾ പിന്നെയും മുന്നോട്ട് പോയപ്പോൾ അത് 3 ചക്രമുള്ള സൈക്കിളായി. അങ്ങനെ മല കയറാൻ കഴിയാഞ്ഞപ്പോൾ അതിന് മെഷീൻ ഉണ്ടായി, അതിന് മോട്ടർ ഉണ്ടായി. വലിയ മലയായപ്പോൾ അത് ബുള്ളറ്റായി. അതങ്ങനെ പോയി. പിന്നെ കാറായി, പിന്നെ ബസ്സായി. ബസ് ഇങ്ങനെ പോണതിൻ്റെ ഇടയ്ക്ക് സമുദ്രത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ഒന്നത് കപ്പലായിട്ട് കടലിൽ കൂടിയും പോയി, ഒന്നത് നേരെ ഫ്ലൈറ്റായിട്ട് ആകാശത്തു കൂടിയും പോയി എന്ന് പറഞ്ഞാൽ കഥ നല്ല രസമുണ്ട്. പക്ഷെ തെളിവെന്താ? തെളിവുണ്ട്. എല്ലാത്തിനും ചക്രല്ലേ? ഉണ്ട്, ചക്രമുണ്ട്. എല്ലാത്തിനും എഞ്ചിനില്ല ഉണ്ട്, എല്ലാത്തിനും പിസ്റ്റണില്ല ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെന്താ പ്രശ്നം? പിന്നെ അത് ശാസ്ത്രീയല്ല എന്ന് പറയാൻ നിങ്ങൾ ശാസ്ത്രത്തിനെതിരാണ്. ശരി, ഞങ്ങൾ ശാസ്ത്രത്തിനെതിരേക്കോളാം എന്ന് പറയല്ലാതെ നിർവാഹമില്ല. കാരണം ഒരു ഇതുമില്ല അങ്ങോട്ട് പറയുന്നേ. ഇപ്പം എന്താ വെച്ചാൽ DNA തെളിവ്